കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. 2026 വർഷങ്ങൾക്ക് മുമ്പ് മാനവലോകത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി യേശു ഭൂമിയിൽ വന്നു എന്നുള്ള സത്യമാണ്. മരിച്ചു എന്നുള്ള സത്യമാണ്. അടക്കപ്പെട്ടു എന്നുള്ള സത്യമാണ്. അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്നുള്ള സത്യമാണ്. ആ സത്യമെന്ന് ഉറക്കെ വിശ്വസിക്കുന്ന ഒരു സാക്ഷികളുടെ വലിയ സമൂഹം ഇന്ന് ഈ സ്നാനക്കടവിൽ നിങ്ങളുടെ മുമ്പിലുണ്ട്. ഞങ്ങൾക്ക് ഒന്നറിയാം, ഞങ്ങൾ വിളിച്ചു പറയുന്ന, ഞങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു പരമമായ സത്യമുണ്ട്. ആ യേശു ഒരിക്കലായി വരും. ഞങ്ങളെ ചേർപ്പാനായി അവൻ വേഗം വരുമെന്ന് ഞങ്ങൾ ഉറക്കെ വിശ്വസിക്കുന്നു. അത് പ്രത്യാശിക്കുന്നു. അതിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇത് ഉറക്കെ വിളിച്ചു പറയുവാൻ ഇന്ന് ഈ സ്നാനം കാണുന്ന ആർക്കെങ്കിലും വരുന്നതിന് എനിക്കും ആ യേശുവിനെ വേണം, എനിക്കും ആ രക്ഷകനെ വേണം, എനിക്ക് സ്നാനപ്പെടണമെന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ കടവ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ദൈവസഭ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഒരു സ്നാപകൻ എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രകൃതിയും ചുറ്റിലുമുള്ള ഈ പരിസരവും ആരുമില്ല എന്ന് എന്നെ ബോധ്യപ്പെടുത്തുക നിമിത്തം ഈ ശുശ്രൂഷ ഇവിടെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഒരു പച്ചയായ പരമമായ യാഥാർത്ഥ്യം, 5 പേർ ഇന്ന് സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്നു. ആ പേരെഴുതിയ കൂട്ടത്തിൽ നിങ്ങളും ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ അസ്ഥിക്ക് അസ്ഥിയാണ്, മാംസത്തിന് മാംസമാണ്, ഞങ്ങളുടെ കൂടപ്പിറപ്പുകളാണ് നിങ്ങൾ. ആകയാൽ നിങ്ങളും ഈ സന്തോഷം പ്രാപിപ്പാൻ ഈ അവസരം ലഭ്യമായില്ലെങ്കിൽ മറ്റൊരവസരം നിങ്ങൾക്കുണ്ടാകണമെന്ന് ഞാൻ ആശിക്കുന്നു, ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങൾ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 31 ദിവസങ്ങൾ പ്രാർത്ഥിച്ച് ആരാധിച്ച് ദൈവസഭ കാത്തിരുന്നതിന്റെ പരിസമാപ്തി ഇന്ന് കുറിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകിയല്ലോ. അതിനായി സ്തോത്രം. വിശേഷിച്ച് 5 പേർ ഇന്ന് ഈ കടവിൽ അവിടുത്തെ സാക്ഷിപ്പാൻ കർത്താവ് കൃപ നൽകിയല്ലോ. ദൈവം സഹായിച്ചല്ലോ. അതിനായി സ്തോത്രം. അവരെ ഒരുക്കിയ ദൈവസഭ, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദൈവസഭ, അവർക്ക് വേണ്ടി മധ്യസ്ഥാനിച്ച ദൈവസഭ ദൈവമേ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ബലപ്പെടുത്തണമേ. കർത്താവെ, കൂടിയ സമൂഹമുണ്ട്. ഈ കാലാവസ്ഥ അനുകൂലമാക്കി തന്നു. പ്രതികൂല സാഹചര്യത്തിന്റെ നടുവിലും ഞങ്ങൾക്ക് ക്ഷേമത്തോടെ അനുഗ്രഹീതമായി ശുശ്രൂഷല്ലോ. സ്തോത്രം. കർത്താവ് വിശേഷാൽ പ്രിയ സഹോദരൻ തോമസ് ഞങ്ങൾക്ക് ശുശ്രൂഷയ്ക്കായി വഴികാട്ടിയായി, ഒരു സഹോദരനായി, ഒരു മുൻഗാമിയായി, വഴിയൊരുക്കുന്നവനായി ഞങ്ങൾക്ക് മുമ്പേ ഉണ്ടായല്ലോ.